പോങ്ങൻ രാവിലെ കണ്ണു തുറന്നത് എമ്പുരാന്റെ ട്രെയിലറിലേക്കാണ്. അർദ്ധരാത്രിയിലാണ് ആശീർവാദ് സിനിമാസ് ട്രെയിലർ പുറത്തിറക്കിയത്. ഒരു ചെകുത്താൻ വിശ്വാസി എന്ന നിലയിൽ ആശീർവാദിന്റെ ആ ഒരു വകതിരിവ് പോങ്ങന് സന്തോഷം നൽകി, തീർച്ചയായിട്ടും സന്തോഷം നൽകി. ചെകുത്താൻ വരേണ്ടത് പാതിരാത്രിയിൽ തന്നെയാണ്. അതാണ് നാട്ടു നടപ്പ്. പകൽ വെളിച്ചത്തിൽ പുറത്തിറക്കിക്കൊണ്ട് ചെകുത്താൻ നിന്ന് നടത്താൻ ആശീർവാദ് സിനിമ തയ്യാറായിട്ടില്ല. അതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ചെകുത്താന്റെ അനുഗ്രഹം എപ്പോഴും എമ്പുരാനോടൊപ്പം ഉണ്ടാവട്ടെ. ട്രെയിലർ പോങ്ങനെ ഒട്ടും തന്നെ ഞെട്ടിച്ചില്ല, ഭയപ്പെടുത്തുകയോ വിരട്ടുകയോ ചെയ്തില്ല. പകരം ആ ട്രെയിലർ പോങ്ങനിൽ ആനന്ദം നിറയ്ക്കുകയും പ്രതീക്ഷ ഉയർത്തുകയും ആദ്യ കാഴ്ചക്കാരിൽ ഒരുവൻ ആകണം എന്നുള്ള മട്ടിൽ സ്വല്പം പ്രേരണ ചെലുത്തുകയും ചെയ്തു. അത് മാത്രമാണ് എമ്പുരാന്റെ ട്രെയിലർ എന്നോട് ചെയ്തത്. നിങ്ങളുടെ പ്രതീക്ഷ എത്ര വലുതായാലും ഞങ്ങൾ നിങ്ങളെ നിരാശരാക്കില്ല എന്ന് എമ്പുരാന്റെ ട്രെയിലർ പ്രേക്ഷകരോട് പറയുന്നുണ്ട്. ആ പറച്ചിൽ വെറുമൊരു വീമ്പാവില്ല എന്ന് പോങ്ങന് തോന്നുന്നുമുണ്ട്. അതുകൊണ്ടാണ് സധൈര്യം പോങ്ങൻ അത് പങ്കുവെക്കുന്നത്. പ്രേക്ഷകർക്ക് നല്ലൊരു ആസ്വാദനാനുഭവം നൽകാൻ എമ്പുരാന് സാധിക്കുമെന്ന് തന്നെയാണ് പോങ്ങൻ പ്രതീക്ഷിക്കുന്നത്. സാധിക്കട്ടെ എന്ന് പോങ്ങൻ ആഗ്രഹിക്കുന്നു. അതിനായി തീർച്ചയായും പ്രകൃതിയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം കൗമാരം മുതൽ യൗവനപ്പാതി വരെ പോങ്ങനെ വിസ്മയിപ്പിച്ച ഒരു നടനാണ് മോഹൻലാൽ. പറയുന്നത് അഭംഗിയാകുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ആ മനുഷ്യന്റെ അഭിനയ ജീവിതം അതിന്റെ ഏതാണ്ട് അവസാനത്തിന് ആരംഭം കുറിച്ചിരിക്കുന്ന ഒരു കാലത്ത് വെറും മതവർഗീയവാദികളായിട്ടുള്ള സാമൂഹ്യ വിഷങ്ങൾ യാതൊരു നെറിയുമില്ലാതെ മോഹൻലാലിനെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലിട്ട് വെറുപ്പ് കൊണ്ട് വീഴ്ത്താൻ നോക്കുമ്പോൾ ആ മനുഷ്യനെ താങ്ങി നിർത്താൻ ഒരു ചെകുത്താൻ ഉറപ്പായും അവതരിച്ചേ മതിയാവൂ. ദൈവം സൃഷ്ടിച്ച ചെകുത്താൻ, ആ ചെകുത്താൻ തന്നെയാണ് എമ്പുരാൻ. അല്ലെങ്കിൽ ചെകുത്താനും ദൈവവും സംയുക്തമായി നടത്തുന്ന സംരക്ഷണ ശ്രമവുമാവാം എമ്പുരാൻ. ചലച്ചിത്ര ലോകത്ത് പിടിയിട്ട ലഹരി മാഫിയയെ തുരത്താൻ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ മനസ്സുവെക്കണം. അവർ ആത്മാർത്ഥമായി മനസ്സുവെച്ചാൽ മാത്രമേ അതിനൊരു പരിഹാരമാവുള്ളൂ. എന്നാൽ മലയാള ചലച്ചിത്ര ലോകത്ത് സ്വാധീന ശക്തിയായി മാറുന്ന തീവ്ര മതവർഗീയവാദികളെ നിഷ്ക്രിയരാക്കാൻ സാമൂഹ്യബോധവും പൗരബുദ്ധിയുമുള്ള പ്രേക്ഷകരാണ് സന്മനസ് കാണിക്കേണ്ടത്. സത്യത്തിൽ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ അവർ പോലും അറിയാതെ തീവ്ര മതവാദികളുടെ കരുക്കളായി മാറിയത് കേരളീയ കപട മതേതരരുടെ പിടിപ്പില്ലായ്മയും അതുപോലെ തന്നെ സ്വാർത്ഥ ബുദ്ധിയും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറയുന്ന ഒരു ചിന്ത പോങ്ങനുണ്ട്. ഒരു പരിധിവരെ നമ്മളാണ് കുറ്റക്കാർ, ഒരു വലിയ പരിധിവരെ നമ്മളാണ് കുറ്റക്കാർ. മോഹൻലാൽ വർഗീയവാദികളുടെ ആളും മമ്മൂട്ടി നമ്മുടെ ആളുമെന്ന് മതപ്പാല് കുടിച്ച് തീവ്ര മതേതരരായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സുഡു ജിഹാദികൾ വരുത്തി തീർത്തു എന്നുള്ളതാണ് സത്യം. മോഹൻലാലിന് തീവ്ര മതവർഗീയവാദികളെ പേടിച്ച് അയോധ്യയിൽ ചെന്ന് രാമഭഗവാനെ ഒന്ന് തൊഴാൻ പേടിയാണ്. എങ്ങാനും തന്റെ മതേതരത്വത്തിന്റെ മാറ്റ് കുറഞ്ഞു പോയാലോ, അതാണ് ചിന്ത. നിലനിൽക്കാനുള്ള, അതിജീവിക്കാനുള്ള ഒരു തത്രപ്പാടിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഭീതിയാണത്. നാടാകെ കാണുമാറ് PR പണിക്കാരുടെ ക്യാമറകളെ സാക്ഷി നിർത്തി മതത്തൊപ്പിയും വെച്ചുകൊണ്ട് ചൊല്ലുവിളിയുള്ള വിശ്വാസിയെ പോലെ നടന്നില്ല എങ്കിൽ നാട്ടുമതേതരത്വത്തെ വിധിയാമണ്ണം മാനിച്ചില്ലെന്ന് പറഞ്ഞ് ഇവറ്റകൾ സിനിമകൾ പൊട്ടിച്ചു കളയുമോ എന്ന പേടി മമ്മൂട്ടിക്കുമുണ്ട്. എല്ലാം തീവ്ര മതേതരത്വം പ്രകടിപ്പിക്കുന്ന സംഘടിത ശക്തിയുടെ ഗുണം. അങ്ങനെ പറയാൻ പറ്റൂ, അങ്ങനെ കാണാൻ പറ്റൂ. ഇന്നാട്ടിലെ തലയ്ക്ക് വെളിവില്ലാത്ത വ്യാജ മതേതരർ സ്വാർത്ഥ ബുദ്ധിയോടുകൂടി ജിഹാദികൾക്കൊപ്പം നിന്നുകൊണ്ട് സ്വന്തം മതേതരത്വത്തിന്റെ മാറ്റുകൂട്ടി. അവർക്ക് തീർച്ചയായിട്ടും ലാഭമല്ലാതെ മറ്റൊരു നഷ്ടവുമില്ല. അതുപോലെ തന്നെ ശുദ്ധ ഒളോക്കോടന്മാരായിട്ടുള്ള മതേതര ഹിന്ദുക്കൾ സ്വന്തം മതേതരത്വം തെളിയിക്കാൻ സുഡുക്കൾക്ക് മുന്നിൽ നിന്ന് 4 കാലിൽ മതേതര കുര നടത്തി, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കും ലാഭമല്ലാതെ മറ്റൊരു നഷ്ടവുമില്ല. ഈ സുഡുപ്രീതി പിടിച്ചു പറ്റിയില്ല എങ്കിൽ ഹരിത കേരളത്തിൽ ഒരുത്തിനും ഗതി കിട്ടാത്ത നിലയായി. സുഡു കടാക്ഷമുണ്ടെങ്കിൽ ജീവിതം കുശാലാക്കാമെന്ന നിലയിൽ കേരളീയ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുകയും ചെയ്തു. ചലച്ചിത്ര ലോകത്തെന്നല്ല, സമസ്ത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രക്ഷപ്പെടണമെങ്കിൽ സുഡുക്കളുടെ അനുഗ്രഹം വേണം. ഈ ഒരു ഉദാഹരണം ഇവിടെ പറയാൻ കൊള്ളുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല. തീർച്ചയായിട്ടും ഈ സന്ദീപ് വാര്യർ സാഹചര്യം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ നിയമസഭ കാണുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം വേണ്ട. സംഘികൾക്ക് വേണ്ടി നാവുമായി നടന്നിരുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും ചുമ കോഞ്ഞാട്ടയായി പോകുമായിരുന്നു. സംഘികളുടെ ഗോവിന്ദപിള്ളയായി കാലം കഴിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ആ മനുഷ്യന് തരപ്പെടില്ലായിരുന്നു. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യരേക്കാൾ കൂടുതലായി സ്വയം വിൽക്കൽ ശേഷിയുള്ള ആളുകൾ ആ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നുമുണ്ട്. സന്ദീപ് വാര്യർ അപ്രസക്തനായി മാറുമായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. ഒരുപക്ഷെ എന്റെ ഈ പ്രയോഗം മാത്രം കണക്കിലെടുത്ത് സംഘികൾ ഈ വീഡിയോയും ബഹിഷ്കരിക്കും എന്ന് പോങ്ങന് വളരെ നന്നായിട്ട് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോങ്ങൻ ഇത് പറയുന്നത്. കമ്മികളുടെയും സുഡുക്കളുടെയും അവഗണന ഭയക്കാത്ത പോങ്ങൻ തീർച്ചയായിട്ടും സംഘികളെ പേടിച്ച് സത്യം പറയാതിരിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? ഈ സുഡുക്കളുടെ അപ്രീതിക്ക് ഇരപ്പെട്ടാൽ അതിജീവിക്കാനുള്ള സാധ്യത പോലും സ്വന്തം പ്രവർത്തന രംഗത്ത് അവർ അവശേഷിപ്പിക്കില്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് പോങ്ങൻ ഇവിടെ ഇതുവരെയും നാവാടിയിട്ടുള്ളത്. എനിക്ക് ശരിയെന്ന് തോന്നിയത് പറയാൻ പറ്റാത്ത വിധം ശക്തമായിട്ടുള്ള നഷ്ടഭയം ഈ പോങ്ങനില്ല.
കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊങ്ങച്ചമായി വ്യാഖ്യാനിക്കുന്ന, അങ്ങനെ മാത്രം അളക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബൗദ്ധിക ചുരുക്കം സംഭവിച്ചിട്ടുള്ള മനുഷ്യർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അത് പോട്ടെ. എന്തായാലും അല്പം അധികം വൈകിയെങ്കിൽ പോലും മാനവിക മതേതര ബുദ്ധിയുള്ള മലയാള പ്രേക്ഷകർ, അങ്ങനെയുള്ള മനുഷ്യർ ഇപ്പോഴും തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. അവർ ഒറ്റക്കെട്ടായി നിന്നാൽ മലയാള സിനിമയെ അല്പാൽപമായി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് പോങ്ങനെ തോന്നുന്നുണ്ട്. തീവ്ര ദൈവവിശ്വാസികൾ ദൈവത്തിന്റെ സ്വന്തം നാട് കൈയടക്കിയെങ്കിൽ തിരിച്ചുപിടിക്കാൻ കൂട്ടുപിടിക്കേണ്ടത് ദൈവത്തെയല്ല, തീർച്ചയായിട്ടും ചെകുത്താനെയാണ് കൂട്ടുപിടിക്കേണ്ടത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് അസൽ മതേതരത്വത്തെ ചെകുത്താൻ മടക്കിക്കൊണ്ടുവരട്ടെ എമ്പുരാനിലൂടെ. പിന്നെ ഈ ചെകുത്താൻ എന്ന് പറയുമ്പോൾ മറ്റേ കുന്നംകുളം ചെകുത്താന്റെ കാര്യമല്ല കേട്ടോ പോകൻ പറഞ്ഞത്. അതായത് നമ്മുടെ അലക്സിന്റെ പ്രത്യുൽപാദന ശേഷിയുടെ അവക്ഷിപ്തമായിട്ടുള്ള ആ ചെകുത്താനെ അല്ല പോകൻ പറഞ്ഞത്. അവനൊക്കെ ജയിച്ചാൽ നാട് നാണം കെട്ട് നാറാണക്കല്ല് പിടിക്കും. അതേ സംഭവിക്കൂ. വിജയിക്കേണ്ട ചെകുത്താൻ എമ്പുരാനാണ്. എമ്പുരാൻ വിജയിക്കട്ടെ. സിനിമയോളം സമൂഹത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു കലാരൂപവുമില്ല എന്ന തിരിച്ചറിവ് തീവ്ര മതവർഗീയവാദികളായിട്ടുള്ള സുഡുക്കൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അവർ സിനിമയിൽ ആധിപത്യം നേടിയെടുത്തത്. മലയാള ചലച്ചിത്ര ലോകത്തെ ജനപ്രിയ നായകനെ ജനവിരോധി നായകനാക്കിക്കൊണ്ട് ആദ്യം ദിലീപിനെ അവർ വളരെ തന്ത്രപൂർവ്വം വെട്ടി. ഇന്ന് ദിലീപ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ചെവി ആളുകൾ വിനാഗിരി ഒഴിച്ച് കഴുകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. 10 പെണ്ണുങ്ങളെ ഒറ്റയടിക്ക് ഒരുമിച്ച് പീഡിപ്പിക്കുന്നവൻ പോലും ദിലീപ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ പീഡനം മതിയാക്കി ദിലീപിനെ 2 തള്ളക്കി വിളിച്ച് സ്ത്രീകൾക്കു വേണ്ടി നാരീ സംരക്ഷണ ബുദ്ധിയോടുകൂടി വിലപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ദിലീപിനെതിരെ 2 ചീത്ത പറഞ്ഞ് വിലപിച്ചതിന് ശേഷം മാത്രമേ തുടർ പീഡനം പോലും ഒരു പീഡകൻ നടത്തുള്ളൂ. അതാണ് അവസ്ഥ. എത്രത്തോളം ശക്തമായ സ്വാധീനമാണ് ഈ സുഡുക്കൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ദിലീപിന്റെ കാര്യം മാത്രമല്ല, തങ്ങളുടെ വരുതിയിൽ നിൽക്കില്ല എന്ന് കണ്ടിട്ടുള്ള ചില സംവിധായകരെയും എഴുത്തുകാരെയും ഒക്കെ തീർത്തും നിഷ്പ്രഭരാക്കി കളഞ്ഞു അവർ സുഡാപ്പികൾ. ചിലരൊക്കെ അകാലചരമം പോലും അടഞ്ഞു. എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒതുക്കലുകൾ നടത്താൻ അവരുടെ ജാതിയും മതവും വിശ്വാസവും മാത്രമായിരുന്നു സുഡുക്കൾ കാരണമാക്കിയെടുത്തത്. പണ്ടുകാലത്ത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഇന്നത്തെ ആളുകളിൽ വെറുപ്പും വിരോധവും കുത്തിനിറച്ച് സുഡുക്കൾ തന്ത്രപൂർവ്വം മതേതര ബുദ്ധരെ കബളിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, സുഡുദാസർ, അതിനു വേണ്ടുന്ന എല്ലാ നിലയിലുമുള്ള പ്രോത്സാഹനം സുഡുക്കൾക്ക് നൽകി. ഈ നാട് തീർച്ചയായിട്ടും അവരുടെ സ്വാധീനത്തിന്റെ കീഴിലായിപ്പോയി. മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള മോശം സിനിമകൾ മാത്രമാണ് ഒരുപക്ഷെ ആ മനുഷ്യൻ പ്രേക്ഷക സമൂഹത്തോട് ചെയ്തിട്ടുള്ള ഏക അപരാധം. അതല്ലാതെ കേരളീയ പൊതുസമൂഹത്തോട് ഒരു തെറ്റും മോഹൻലാൽ ചെയ്തിട്ടുണ്ട് എന്ന് പോകാൻ കരുതുന്നില്ല. ഇപ്പൊ ജ്ഞാനക്കൊമ്പിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ന്യായീകരിക്കാൻ പറയല്ല. മോഹൻലാൽ തോക്കുമായി ഇറങ്ങി വനത്തിൽ കയറി ആനയെ വേട്ടയാടി കൊമ്പൂരിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അത് ശരിയാണ് എന്നല്ല പറഞ്ഞത്. എങ്കിൽ പോലും അതൊരു വലിയ പൊതുസമൂഹത്തെ കാര്യമായ നിലയിൽ ബാധിക്കുന്ന വലിയൊരു തെറ്റായിട്ട് അത് മാറുന്നില്ല. വേണമെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കാനായും വിമർശിക്കാനായും നമുക്ക് ആനക്കൊമ്പിനെ കൂട്ടുപിടിക്കാം എന്നല്ലാതെ അദ്ദേഹം വേറെ കാര്യമായ തെറ്റുകളൊന്നും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കള്ളു കുടിക്കുകയോ പുകവലിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ തൽപര കക്ഷികളായിട്ടുള്ള നാരീമണികൾ ആരെങ്കിലും സഹകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭോഗപ്രക്രിയകളിലൂടെ അദ്ദേഹത്തിന്റെ ജീവിത രസങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവാം. അതൊന്നും പൊതുസമൂഹത്തിന് കുറ്റകരമായി കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വലിയ ദ്രോഹമൊന്നും സമൂഹത്തിന് ചെയ്തിട്ടുള്ള ഒരാളൊന്നുമല്ല മോഹൻലാൽ. എന്നിട്ടും സുഡാപ്പികൾ ഒറ്റക്കെട്ടായി മോഹൻലാലിനെതിരെ തിരിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് പൊതുസമൂഹം തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കണ്ടേ? ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഒരാളെ വിമർശിക്കുകയോ വിരോധിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത്? ഒരുപക്ഷെ കുറച്ച് തമാശയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എന്താ കാര്യം? പാവം മനുഷ്യരുടെ ചോരയിലും നിലവിളിയിലും ചവിട്ടി നിന്നുകൊണ്ടുള്ള നിന്റെ ഈ ഡേർട്ടി ബിസിനസിന് വേണ്ടി കേരളത്തിലേക്ക് നീ കപ്പലടിപ്പിക്കും. സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെ അല്ല മയക്കുമരുന്ന്. ഇറ്റ്സ് എ കില്ലർ ഡ്രഗ്. ആളെ കൊല്ലി. ഞാനത് ഇറക്കില്ല. വേറെ ഒരുത്തനും അതിറക്കാനും ഈ അതാവുമോ ഈ സുഡുക്കളെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക? ഇത്രത്തോളം മോഹൻലാൽ വിരോധം ഉണ്ടാവാൻ കാരണം നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് മോഹൻലാലിന്റെ കഥാപാത്രം പറഞ്ഞു പോയതായിരിക്കുമോ? കാരണം നമുക്കറിയാമല്ലോ, ഇതിന്റെ കച്ചവടം നോക്കിക്കഴിഞ്ഞാൽ വരുന്ന പല തലമുറകളെ നശിപ്പിക്കണം എന്ന് പറയുന്ന ചിന്തയോടുകൂടിയാണല്ലോ ഇത്തരം ലഹരികൾ ഈ സമൂഹത്തിലേക്ക് ഒഴുക്കി പുതുതലമുറയിൽപ്പെട്ട കൊച്ചുങ്ങളുടെ സിരകളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ രക്തത്തിൽ ലഹരിയോടുള്ള ആസക്തി വളർത്തിക്കൊണ്ടിരിക്കുന്നത് വരും തലമുറകളെ നശിപ്പിക്കണം എന്ന് പറയുന്ന ചിന്തയോടുകൂടിയാണല്ലോ. ഈ കച്ചവടത്തിന്റെ പേരിൽ പിടിക്കപ്പെടുന്ന ആളുകളുടെ പേരൊന്ന് പരിശോധിച്ചാൽ അതിൽ കൃത്യമായിട്ടും ഒരു പ്രത്യേക മതം പുരണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ആയുസ് വരെയും എത്തി ഈ ലോകത്ത് നിന്ന് മറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്ന അത്രയും ഒരു സ്വാർത്ഥ ബുദ്ധി നമുക്കൊക്കെ നല്ലതാണോ എന്ന് പറയുന്ന ഒരു സംശയം എനിക്കുണ്ട്. വരുന്ന തലമുറ, നമ്മുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും ചെറുമക്കളും ഒക്കെ അല്ലേ, അവരെല്ലാം നന്നായി ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം എന്ന് പറയുന്ന ചിന്ത നമുക്കൊക്കെ വേണമല്ലോ അല്ലേ? എന്തായാലും മോഹൻലാൽ വലിയ കച്ചവട മൂല്യമുള്ള ഒരു താരമായി മലയാള സിനിമയിൽ അങ്ങനെ അങ്ങോട്ട് പ്രതാപത്തോടെ വാഴുന്നത് നല്ലതല്ല എന്ന് പറയുന്ന വിചാരം തീർച്ചയായിട്ടും
ഈ സുഡുദാസർ, സുഡുക്കൾ ഒക്കെ വെച്ച് പുലർത്തിയിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്തായാലും മോഹൻലാൽ തോറ്റാൽ അത് തീവ്ര മതവർഗീയവാദികൾ ജയിച്ചുവെന്നാണ് അർത്ഥം. പോങ്ങൻ അങ്ങനെയാണ് അർത്ഥം കൽപ്പിക്കുന്നത്. ലഹരി മാഫിയ ജയിച്ചുവെന്നാണ് മനസ്സിലാക്കേണ്ടതെന്നുകൂടി പോങ്ങൻ പറയും. അസൽ മതേതരത്വത്തെ വ്യാജ മതേതരർ കൊന്നുവെന്നാണ് തിരിച്ചറിയേണ്ടതെന്ന് പറയാനും പോങ്ങനും മടിയുണ്ടാവില്ല. ഈ എമ്പുരാന്റെ വിജയം ഫലത്തിൽ വിശ്വാസികളിൽ നിന്നും ദൈവത്തെ രക്ഷിക്കുന്ന ചെകുത്താന്റെ വിജയമായി മാറട്ടെ. പോങ്ങൻ സോമനസാലയാണ് എമ്പുരാനെ പറ്റി ഇത്രയും പറഞ്ഞതെന്ന് എടുത്തു പറയുന്നു. കാശു വാങ്ങി റിവ്യൂവും റിയാക്ഷനും ഡീകോഡിങ്ങും ഒക്കെ നടത്തുന്ന ചലച്ചിത്ര പണ്ഡിതന്മാർ അവരുടെ സംഘത്തിൽപ്പെട്ട ഒരുവനല്ല പോങ്ങൻ. തീർച്ചയായിട്ടും തെറ്റിദ്ധാരണയരുത്. എമ്പുരാന്റെ വിജയത്തിനായി ഒരു ചെകുത്താൻ വിശ്വാസി അർപ്പിക്കുന്ന പ്രാർത്ഥന മാത്രമായി ഈ സംസാരത്തെ അളന്നാൽ മതി. നിർത്തുന്നു. നന്ദി. അല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാതെ പോകുന്നത് മര്യാദയല്ല എന്ന് പറയുന്നൊരു തോന്നൽ പോങ്ങനുണ്ട്. ഓരോ വ്യക്തിയും ഒരു സ്വതന്ത്ര മാധ്യമം പോലെ കാണപ്പെടുന്ന സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള ശ്രദ്ധ കവരുക എന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ചെകുത്താനെ പടച്ചവർക്ക് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ചെകുത്താന് വിപണി മൂല്യം ഉണ്ടാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവരുടെ കച്ചവട ശേഷിയും സ്വാധീന ശക്തിയും അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും പോങ്ങൻ അക്കാര്യത്തിൽ അവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. സന്തോഷം. ഒരിക്കൽ കൂടി എമ്പുരാന് എല്ലാവിധ ആശംസകളും. എമ്പുരാൻ വിജയിക്കട്ടെ. അത് മലയാള ചലച്ചിത്ര ലോകത്തിന് എന്തെങ്കിലും വലിയ സംഭാവന വിജയം കൊണ്ട് സംഭവിക്കുമെന്ന് പറയുന്ന വിചാരം കൊണ്ടല്ല, പക്ഷെ മറ്റേ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും. അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ വിജയിക്കണം. സന്തോഷം. നന്ദി. I never knew until the day that I met you. Colors were gray, melody sung, sounded the same.